അങ്ങനെ പോകുമ്പടിയിൽ വെച്ച് ഒരു മന്ത്രവാദിയുടെ കയ്യിൽ ഹീനയുടെ പിറക്കാൻ പോകുന്ന കുഞ്ഞിനു വേണ്ടി തുന്നിയ തുണി കാണുന്നു. ഇത് എങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്ന് എന്ന് മന്ത്രവാദിയോട് ചോദിക്കുമ്പോൾ ഒരു പെണ്ണിന്റെ കുഞ്ഞിനെ പ്രേതം പേടിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവരാണ് ഈ തുണി തന്നതെന്ന് പറഞ്ഞപ്പോൾ ഇതിന് പിന്നിൽ വാങ്ങാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അതേസമയം ഇവിടെ വാങ്ങ് ആഗ്രഹിച്ചതുപോലെ ജിയോ ഫാമിലിയിലെ ഒരു മെമ്പറാവാൻ വേണ്ടി പാർട്ടിയിൽ വരികയാണ്. ആ പാർട്ടിയിൽ അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും കണ്ട കാരണം മുത്തശ്ശനെയും അങ്കിളിനെയും എന്തിനാണ് വിളിച്ചതെന്ന് ജിയോങ് ചോദിക്കുമ്പോൾ ഞാൻ അവരെ ഒന്നും ഇൻവൈറ്റ് ചെയ്തില്ല, കസിൻസിന് മാത്രമാണ് വരാനായി പറഞ്ഞത്, ഇവർ ഇങ്ങനെ അറിഞ്ഞു എന്ന് അറിയില്ല എന്ന് ജുവാൻ പറയുമ്പോൾ ആക്ച്വലി വാങ്ങാണ് അവരെ എല്ലാവരെയും വിളിച്ചത്. ജിയോങ് അവർക്ക് മുന്നിൽ വെച്ച് നമ്മുടെ കുടുംബത്തിൽ പുതിയ മെമ്പർ കൂടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് വാങ്ങിൻ്റെ കുഞ്ഞിനെ എടുത്തതും കറക്റ്റ് ടൈമിൽ ഹീനിയും നാൻസിയും വരുന്നു. ജിയോങ് ഫാമിലിയിലെ ഗ്രാൻഡ് സൺ എന്ന് കേൾക്കുന്ന ഹീനി, നിന്റെ മകൻ മരിച്ചല്ലോ, വല്ലോറിൻ്റെ കുഞ്ഞിനെയും വെച്ച് പറ്റിക്കുകയാണോ എന്ന് ഹീനി ചോദിക്കുമ്പോൾ മുത്തശ്ശനും അങ്കിളും സത്യം മനസ്സിലാക്കുമെന്ന് കരുതി ജുവാൻ നാൻസിയെ ഫോഴ്സ് ചെയ്ത് ഇവിടുന്ന് പോകാനായി പറഞ്ഞ് തർക്കമുണ്ടാക്കുമ്പോൾ മുത്തശ്ശൻ ഹീനിയോട് നിന്റെ കുഞ്ഞെവിടുന്ന് ചോദിക്കുന്നു. അപ്പോൾ ഹീനി നടന്ന കഥ എല്ലാം മുത്തശ്ശനോട് പറഞ്ഞതും അങ്കിൾ രണ്ടുപേരുടെയും ചെകിട നോക്കി ഒരടി പൊട്ടിക്കുന്നു. കിഡ്നാപ്പിന് പിന്നിൽ വാങ്ങാണെന്ന് പറഞ്ഞ ഹീനി അവളുണ്ടാക്കിയ തുണി മന്ത്രവാദിക്ക് കൊടുത്ത് റീബർത്ത് ആവാതിരിക്കാൻ പൂജ ചെയ്യിപ്പിക്കുന്നു. അത് കേട്ടതും മുത്തശ്ശൻ വാങ്ങിനെ അടിക്കാൻ പോയപ്പോൾ വാങ്ങല്ല കൊടുത്തത് ജിയോങ് ആണെന്ന്. എന്നിരുന്നാലും ജിയോങ് മരിച്ചുപോയി, ജീവനോടെ ഇരിക്കുന്ന ഈ കുഞ്ഞെങ്കിലും സമാധാനത്തോടെ ജീവിക്കട്ടെ എന്ന് പറയുന്നു. നാൻസിയുടൻ വാങ്ങിന് ഓൾറെഡി 8 മാസത്തിലാണ് കുഞ്ഞ് പിറന്നത്. പ്രീമെച്ചർ കുഞ്ഞിനാണ് പ്രസവിച്ചത്. ഓപ്പറേഷൻ ചെയ്യാനായി ഓൾറെഡി ഇവൾ സൈൻ ചെയ്തിട്ടുള്ള പേപ്പർ കാണിക്കുന്നു. എത്ര തെളിവ് കാണിച്ചിട്ടും അവർ രണ്ടുപേരും വാങ്ങിനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജുവാൻ ഇത് ഫേക്ക് ആണെന്ന് പറഞ്ഞ് കീറിക്കളയുന്നു. അന്നേരം ആ പാർട്ടി നടക്കുന്നിടയിൽ പോലീസ് വരുമ്പോൾ ഇവർ രണ്ടുപേരെയും നാൻസിയും ഹീനയും പിടിക്കാനായിട്ടാണ് വന്നതെന്ന് കരുതി ജുവാൻ ഇവർ രണ്ടുപേരെ പിടിച്ചുകൊണ്ടു പോകാൻ പറയുമ്പോൾ ഞങ്ങൾ വന്നത് വാങ്ങിനെ അറസ്റ്റ് ചെയ്യാനായിട്ടാണ് എന്ന് പോലീസ് പറയുമ്പോൾ അവർ രണ്ടുപേരും അവളെ അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഇവരാണ് കിഡ്നാപ്പറിനോട് സംസാരിച്ചെന്നുള്ള എവിഡൻസ് പോലീസ് കാണിക്കുമ്പോൾ വാങ് എല്ലാവരോടും ക്ഷമ പറഞ്ഞ് മരിക്കാൻ പോകുന്നെന്ന് പറഞ്ഞ് ആക്ട് ചെയ്യുമ്പോൾ അവർ രണ്ടുപേരും ഈ കേസ് എങ്ങനെയെങ്കിലും ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞ് നാൻസിയുടെയും ഹീനയുടെയും മുന്നിൽ മുട്ടുകുത്തുന്നു. അത് കണ്ടവർ നിങ്ങൾക്ക് നാണമില്ലേ, നിങ്ങളുടെ സ്വന്തം കുഞ്ഞിനെയാണ് അവർ കൊന്നിരിക്കുന്നത്, എന്നിട്ടും അവൾക്ക് വേണ്ടി ക്ഷമ പറയാൻ നാണമില്ലെന്ന് പറഞ്ഞ് ചീത്ത പറയുമ്പോൾ മുത്തശ്ശൻ വാങ്ങിനെ കൊണ്ടുപോകാനായി പോലീസിനോട് പറയുന്നു. ശേഷം മുത്തശ്ശൻ നിങ്ങൾ ഇവരെ ഡിവോഴ്സ് ചെയ്യുന്ന തീരുമാനത്തിൽ ഞങ്ങളൊന്നും എതിർപ്പറിയില്ല, മുത്തശ്ശനും മംഗളും എപ്പോഴും നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും, വാങ്ങിനെ വിട്ട് മര്യാദയ്ക്ക് ജിയോ ഫാമിലിയിൽ വരാനായി അവരോടും പറയുന്നു. അവരും പോയതിനു ശേഷം നിങ്ങൾ ഞങ്ങളുടെ പാതി പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഡിവോഴ്സ് ചോദിക്കുന്നത്, അതുകൊണ്ട് ഡിവോഴ്സ് ഒന്നും തരില്ലെന്ന് പറയും. അതിനെക്കുറിച്ച് ഞങ്ങൾ ഇതുവരെ ചിന്തിച്ചില്ല എന്ന് പറഞ്ഞ് ഹീനി ആ പേപ്പേഴ്സ് എല്ലാം കീറിക്കളഞ്ഞിട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടീസ് വേണമെന്ന് പറഞ്ഞിട്ടുള്ള കേസ് കോടതിയിൽ രജിസ്റ്റർ ചെയ്യുമെന്ന് പറഞ്ഞു പോകുകയാണ്. അവർ പോകും വഴിയിൽ വാങ് റിലീസായെന്ന് പോലീസ് വിളിച്ചു പറയുന്നു. ഇവർ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിക്കുമ്പോഴാണ് വാങ്ങിന്റെ എവിഡൻസ് എല്ലാം ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടാണ് റിലീസ് ചെയ്യുന്നത്. ഇവിടെ വാങ്ങിനെ റിലീസ് ചെയ്ത് കൊണ്ടുവരുന്ന ജുവാന്റെ മുഖത്തോക്കി നാൻസി ഒരടി കൊടുത്തിട്ട് നിനക്ക് പ്രാന്താണോ, നമ്മുടെ കുഞ്ഞിനെയാണ് ഇവൾ കൊന്നിരിക്കുന്നത്, അവളെ തന്നെ റിലീസ് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ വാങ് എന്റെ മേൽ ഒരു കുറ്റവും തെളിവില്ലാത്തോണ്ടാണ് കോർട്ട് എന്നെ വെറുതെ വിട്ടെന്ന് പറയുമ്പോൾ ഹീനിക്ക് ദേഷ്യം വന്ന് ജിയോനെ അടിക്കുന്നു. അവനായിരിക്കും എല്ലാ എവിഡൻസും മാറ്റിയത്, ഞങ്ങൾ ഇത് വെറുതെ വിടില്ല, ഇതിന് തെളിവുണ്ടാക്കിയിട്ടേ അടങ്ങുമെന്ന് പറഞ്ഞ് അവർ പോവുകയാണ്. വാങ് ജിയോങ്ങിനോട് താങ്ക്സ് പറയുമ്പോൾ നിന്റെ കുഞ്ഞിന് വേണ്ടിയാണ് നിന്നെ സഹായിച്ചത്, നമ്മൾ 3 പേരും ചെറുപ്പത്തിൽ ഒന്നിച്ചാണ് വളർന്നത്, അതുകൊണ്ട് മാത്രമാണ് ഇനി ഞങ്ങൾ നിന്നെ ഒരു സഹായം ചെയ്യില്ല, ഇതാണ് അവസാനത്തെ എന്ന് പറയുന്നു. കുഞ്ഞിൻ്റെ പേര് പറഞ്ഞ് അവൾ ഒരുപാട് ആക്ട് ചെയ്യുമ്പോൾ ഹോട്ടലിൽ ഒരു റൂം എടുത്ത് തരാമെന്ന് പറയുന്നു. ഇവിടെ ഇവൾ കോർട്ടിൽ ചെന്ന് അന്വേഷിക്കുമ്പോൾ എല്ലാ എവിഡൻസും ഡിസ്മിസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ നാൻസിക്ക് ഒരു ഐഡിയ വരികയാണ്. ഇനി കൂട്ടി പോകുന്നു, അവരുടെ ഭർത്താക്കന്മാരുടെ അക്കൗണ്ട് ഫ്രീസ് ആക്കുന്നു. ഇവിടെ അവർ വാങ്ങിന് റൂം സെറ്റ് ചെയ്ത് കൊടുക്കാനായി ഹോട്ടലിലെത്തുമ്പോൾ അക്കൗണ്ട് ഫ്രീസായ കാര്യം അറിയുന്നു. ഫോൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യമാരാണ് ഇത് ഫ്രീസാക്കിയത് പറയുന്നു. ജുവാനും അവന്റെ കയ്യിലുള്ള കാർഡും കൊടുക്കാന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അവന്റെയും അക്കൗണ്ട് ഫ്രീസ് അയക്കുന്നു. വാങ്ങിനോട് ക്യാഷ് കൊടുക്കാനായി പറയുമ്പോൾ എന്റെ കയ്യിലില്ല എന്ന് പറയുമ്പോൾ നിന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് ക്യാഷ് ഞാൻ വാങ്ങിച്ചെന്നല്ലേ, അതൊക്കെ എവിടെ നിന്ന് ചോദിച്ചു നിൽക്കുമ്പോൾ ഹോട്ടലിലുള്ള ആൾക്കാർ പുറത്തേക്ക് ഓടുന്നത് കാണുന്നു. എന്താണെന്ന് നോക്കിയാൽ ഹീനിയും നാൻസിയും സ്റ്റൈലിഷ് ആയിട്ട് നിൽക്കുകയാണ്. അതും സ്പീക്കർ വെച്ച് ഇവരെ 3 പേരെ പറ്റി അനൗൺസ്മെന്റ് ചെയ്യുന്നു. എല്ലാവരും
എല്ലാവരും അത് വീഡിയോ ആയിട്ടും ലൈവായിട്ടും ഫോണിൽ റെക്കോർഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഹീനി വാങ്ങിനോട് ഇവർ രണ്ടുപേരിൽ ആരെയാണ് നീ ചൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ കൂട്ടത്തിൽ റിപ്പോർട്ടറായ ഒരു ലേഡി അവൾ ഹീനിയോട് കിഡ്നാപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഹീനിയെല്ലാം സത്യം തുറന്നു പറയുകയും ഇതെല്ലാം ലൈവായതുകൊണ്ട് തന്നെ ജിയോങ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ നേഴ്സ് കാണുന്നു. അവളുടെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റും ഉണ്ട്. അത് വാങ്ങിന്റെ 8 മാസത്തിൽ സർജറി ചെയ്യാനുള്ള സൈൻ ചെയ്ത സർട്ടിഫിക്കറ്റ് ആണ്. ജിയോങ് വേറെ ഫേക്ക് ഐഡി വെച്ചിട്ടാണ് കോർട്ടിൽ സബ്മിറ്റ് ചെയ്തത്. ഇപ്പോൾ ആ പെണ്ണ് ലൈവിൽ വന്ന് എല്ലാ സത്യം പറയുന്നു. ഇവിടെ ജുവാൻ ഫേക്ക് റിപ്പോർട്ട് വെച്ച് വാങ്ങിനെ രക്ഷിച്ചതിനാൽ എല്ലാ റിപ്പോർട്ടും ജുവാന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഇയാളുടെ കയ്യിലാണ്. സാക്ഷി തോന്നി അയാളുടെ മുകളിലേക്കുള്ള സാർമാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. അയാളും ജുവാനെ കോൾ ചെയ്ത് ഫേക്ക് റിപ്പോർട്ട് ചെയ്ത് കാരണം അവന്റെ ജോലിയും പോകുന്നു. അവർക്ക് രണ്ടുപേർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ നാൻസിക്കും ഹീനിക്കും ഒരുപാട് സന്തോഷമാകുന്നു. ഇവിടെ വാങ്ങുക, ഞാൻ ജയിലിൽ പോകില്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറയുമ്പോൾ ഞങ്ങളെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് രണ്ടുപേരും പറയുന്നു. നിങ്ങളല്ലേ എല്ലാം ഫേക്കാക്കിയത്, എനിക്കൊന്നും അറിയില്ല, എനിക്ക് ഇതിൽ യാതൊരു ബന്ധമില്ലെന്ന് വാങ്ങാൻ പിന്മാറുമ്പോൾ ശേഷം വന്ന് ജിയോങ് നിനക്ക് വേണ്ടിയല്ലേ ഇതെല്ലാം ചെയ്തത്, നീ ഇങ്ങനെ സെൽഫിഷ് മാതിരി ചിന്തിക്കരുതെന്ന് പറഞ്ഞ് വാങ്ങിന് ഒരടി കൊടുക്കുന്നു. അവളുടെ ക്യാരക്ടർ മനസ്സിലാക്കിയ ഇവൾ നാൻസിയോടും ഹീനിയോടും ക്ഷമ ചോദിക്കുന്നു. താൻ ഇനി പോലീസിൽ അകപ്പെടുമെന്ന് മനസ്സിലാക്കിയ വാങ് കുഞ്ഞിനെ റോട്ടിലേക്ക് തള്ളിയിട്ട് കാറിൽ കയറി രക്ഷപ്പെടാൻ നോക്കുന്നു. റോട്ടിലേക്ക് തള്ളിയിട്ട കുഞ്ഞിനെ ഹീനി രക്ഷിക്കുകയും ഇവിടെ വാങ്ങ് കാറെടുത്ത് രക്ഷപ്പെടാനായി നോക്കുമ്പോൾ കാറിന് ചുറ്റും ആൾക്കാർ അവളെ തടഞ്ഞു നിർത്തുന്നു. അതുകൊണ്ട് വാങ്ങ് ഹീനിയെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന് കരുതി വണ്ടിയെടുത്തതും കണ്ട ജിയോങ് ഹീനിനെ തള്ളിമാറ്റി ജിയോങ്ങിന്റെ കാലിൽ പരിക്കേറ്റുന്നു. ഈ സമയത്ത് ജിയോങ് ഹീനിയോട് ഒരു ചാൻസ് കൂടി താ, എന്നോട് ക്ഷമിക്കെന്ന് പറഞ്ഞെങ്കിലും നീ മരിച്ചാലും ജീവനോടിരുന്നാലും ഞാൻ ക്ഷമിക്കില്ലെന്ന് പറയുന്നു. ഇപ്പോൾ 1 മാസം കഴിഞ്ഞ് ഇവർ മൂവരും ജയിലിലാണ്. ഇപ്പോൾ നാൻസിയും ഹീനിയും കൊടുത്തയച്ച ഡിവോഴ്സ് പേപ്പർ കിട്ടുന്നു. അവരെങ്കിലും സന്തോഷമായിട്ട് ഇനി ജീവിക്കട്ടെ എന്ന് കരുതി അവർ സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതോടെ ഈ ഡ്രാമ അവസാനിച്ചു. ഡ്രാമ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത്, നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ